2 പൊക്കിയോളി. മൂന്നാം പന്ത്രണ്ട് ഒന്ന് അടിച്ചെടുക്കി, കൈ അടിച്ചെടുക്കി. 35 സെക്കൻഡ് ആ 2:24. ഒന്ന് കൈയടിക്ക്, കൈയടിക്ക്, ആവേശം കൊടുക്ക്. 3 മിനിറ്റ്. നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ഒരു ഐറ്റംസിനാണ് ബാക്കിൽ ആൾ കൂടെ ഉണ്ടല്ലോ നിങ്ങള്. ഞാൻ ഒരു പിന്നെ കളിമണ്ണ് റിങ് ഉണ്ട്. കളിമണ്ണ് റിങ് സാധനം ഇവിടെ കൊണ്ടേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സാധനം നമ്മളെ യൂണിവേഴ്സിറ്റി, അതായത് നെടുങ്ങോട്ടുമാട് KVRC കമ്പനീൻ്റെ കളിമണ്ണ് റിങ്. നമ്മൾ ഇന്ന് അതുകൊണ്ട് ഒരു ചലഞ്ച് എടുത്താണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ച് എങ്ങനെ അറിയോ, ഏകദേശം 1400 കിലോനാ സാധനം ഉണ്ട്. 3 ആൾ നിന്നാണ്ട് സാധനം എടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കുക. കൂടുതൽ ടൈം പൊക്കി പിടിക്കുന്ന ആളുകൾക്ക് നമുക്ക് ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുക. ഇന്നത്തെ കളി നമ്മൾ അതായത് മനസ്സിൽ നമ്മൾ നോക്കുക. വാ സാധനം കാണാം. ഇപ്പോൾ അടിയിൽ നിന്നല്ല പൊക്കണത്, അടിയിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണെങ്കിൽ കുറേ ടൈം നിൽക്കും. അടിയിലൊന്ന് ജസ്റ്റ് പൊക്കി പിടിച്ചു, അടിയിൽ പിടിച്ചാണ് ഇങ്ങനെ ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ സമയം നിൽക്കും എന്തായാലും. അടച്ചോളി. അതുകൊണ്ട് ഈ സാധനം 400 കിലോ ഇട്ട സാധനം ഇങ്ങനെയൊക്കെ നോക്കണ്ട. ഇത് ഈ ബക്കാണ് പിടിക്കുന്നത്. ഈ ബക്ക് പിടിച്ചിട്ട് പൊക്കുക. ഇനി പൊക്കിയാണ് എന്താ ഈ ബക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇതിന് കണക്കുണ്ട്. കൈ എന്താ നമ്മളെ കൈ പെട്ടെന്ന് കുഴങ്ങും. ഇതിപ്പോൾ നിലത്ത് വെക്കണേന്ന് എന്താ അറിയോ, ഇതിലിപ്പോൾ നമ്മൾ ടൈമിങ് വെച്ചിട്ട് കളി ഉണ്ടാവും. അച്ചോളി, ടൈമിങ് വെച്ചിട്ട് നമ്മൾ കളി ചെയ്യാം. ഇതിൽ ഒരു സെറ്റിൽ 3 ആൾക്കാരാണ്. 3 ആൾക്കാർ ഫസ്റ്റ് പിടിക്കും. ആ പിടിക്കണമല്ല ടൈമിങ് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് നോട്ട് ചെയ്തേക്കും. കൂടുതൽ ടൈമിങ് ആരാ പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാം. ഫസ്റ്റ് മത്സരിക്കാൻ പോണത് ഓട്ടോസ് ഡ്രൈവർ, മാർബിളിന് കളിക്കാരന്, ഇത് തേപ്പുകാരന്. അപ്പോൾ ഇതിൽ തുടങ്ങാൻ പോവാട്ടോ. റെഡി 1 2 പൊക്കിയോളി. കൂടുതൽ സമയം നിൽക്കുന്ന ആളുകൾക്കാണ് നമുക്ക് ക്യാഷ് പ്രൈസ് ഉള്ളത്. 20 സെക്കൻഡ് ആയിട്ടോ, 22 സെക്കൻഡ്. ആ അടി കൂടെ പിടിച്ചാൽ നേരം കൊറേ ടൈം നിൽക്കും. ആ ഇല്ല, കാൽമക്ക് എന്തായാലും പോകില്ല. നമ്മൾ അടിയിൽ ടയർ ഫുൾ സേഫ്റ്റിയിലാട്ടോ. പിന്നെ അതുപോലെ ഊര പോയാലും ആരും ഇതിലില്ല. ഫുള്ള് നല്ല സെറ്റ് ആളുകളാണുള്ളത്. ഫുള്ള് 45 സെക്കൻഡ്. ഇതിൽ നിങ്ങൾ വേറെ ഒന്നിട്ടോ, പരമാവധി കഴിയണ പിടിച്ചോളിട്ടോ. അതായത് അടുത്ത് വരുന്ന ടീം ഉണ്ടല്ലോ, ഒരൊറ്റ കളി ഒരു ടീമിനുള്ളൂ കേട്ടോ. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഇതിൽ ഫൈനൽ അങ്ങനത്തെ കളിയൊന്നുമില്ല. കൂടുതൽ ടൈം പിടിച്ചുന്ന ആളുകളെ നിങ്ങളിപ്പോൾ 2 മിനിറ്റ് പിടിച്ചു നോട്ടിക്കോളി. മറ്റേ ടീം എങ്ങനെയെങ്കിലും 2 ചില്ലറ കൂട്ടിയാൽ പോൽക്കായി. 1 മിനിറ്റും 10 സെക്കൻഡും. 1 മിനിറ്റും 10 സെക്കൻഡും. 1:27. നിങ്ങൾ എങ്ങോട്ടും നിന്നോളി, സാധനം താവ് കാഞ്ഞാൽ മതി. ആ 1:46 കേട്ടോ. ആ പരിപാടി പറ്റൂല കേട്ടോ. 3 ആള് പിടിക്കണ്ട വേണം. കാൽമേൽ വെക്കാൻ പാടില്ല കേട്ടോ. ആ കാല് വളക്കരുത്, കാല് വളക്കരുത്. 2:11. ഒന്ന് കൈ അടിച്ചെടുക്കിട്ടോ. 2:11. ആ കാൽമക്ക് സപ്പോർട്ട് ചെയ്തിട്ടോ, കാൽമക്ക് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. 2:28 കേട്ടോ. 2:28. 2:34. 2:45. 3 മിനിറ്റ് ആക്കാൻ നോക്കിയാൽ. കാൽമേൽ താങ്ങരുത് കേട്ടോ, കാൽമേൽ താങ്ങരുത് കേട്ടോ. നാസർക്ക് സെറ്റാ, നാസർക്ക് സെറ്റാണ്. ഓൻ ഓട്ടോസ് ഡ്രൈവർ സെറ്റാട്ടോ. ആ മുട്ട് താങ്ങൂല, മുട്ട് താങ്ങൂല, മുട്ട് താങ്ങൂല. 3:12. 3:12. ഒന്ന് അടിച്ചെടുക്കി, കൈ അടിച്ചെടുക്കി. ഓളി കഴിഞ്ഞാണ്. 3:12. 3:24.93. ഏത് വെച്ചാ കറക്റ്റ്? 3:24.93. 3:24 കേട്ടോ. അടുത്താളാരാ വരും. എനിക്ക് പിടിക്കില്ലേ, ഞാൻ വിസിലടിക്കും. ഇവിടെ ഗ്യാപ്പിൽ നിന്നോ, ടയറിന്റെ ഗ്യാപ്പിൽ നിന്നോ, ഗ്യാപ്പിൽ നിന്നോ. ഇവിടെ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. റെഡി 1 2. 3:24 ആട്ടോ മറ്റോ നിന്നത്. എങ്ങനെങ്കിലും 3:25 ആക്കാൻ നോക്കിയാൽ ക്യാഷ് പ്രൈസ് ആട്ടോ. വിടരുത് കേട്ടോ, വിടരുത് കേട്ടോ.
3:24 മറ്റൊരു പിടിച്ചത്. എങ്ങനെങ്കിലും 3:25 ആക്കാൻ നോക്കിയാൽ ഓല് ഫസ്റ്റത്തത് പരമാവധി ഒരു കഴിയണമായി ഒരു അത് നമുക്ക് വേണ്ടത് കൊടുക്കുക. അവര് പിടിക്കട്ടെ, സമയം കളി നടക്കട്ടെ. 48 സെക്കൻഡ് കേട്ടോ. 48, 50, 51. മുട്ട് താങ്ങരുത് കേട്ടോ, മുട്ടുമ്പോ താങ്ങരുത് കേട്ടോ. 1:12 പറഞ്ഞു വെക്കണം കേട്ടോ. റെഡി, 1, 2. മാർബിളിന് പണിക്കാരനാട്ടോ. മൂപ്പര് മീൻ പണിക്കാരനാണ്, ഇവരും മാർബിൾ പണിക്കാരനാട്ടോ. ഓനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിച്ചാൽ എങ്ങനെയാലും ഇങ്ങനെ പിടിച്ചാൽ ഈ ബക്കയെ പിടിക്കുള്ളൂ. എന്തായാലും കൂടുതൽ കുഴപ്പമില്ല. 2 മിനിറ്റ് 35 സെക്കൻഡ്. നിങ്ങൾക്ക് കിട്ടും എന്തായാലും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. 57, 58, 1 മിനിറ്റ്. ഇവര് സിമ്പിൾ ആയിട്ടാണ് പിടിച്ചിരിക്കണ കേട്ടോ. ഇവര് എനിക്ക് കൊണ്ട് 4-5 മിനിറ്റ് വരെ പോകാൻ സാധ്യതയുണ്ട് ഇവര്. ഫസ്റ്റ് ടീമിനെ വെല്ലാൻ ആരും ഉണ്ടാവില്ല. ഇവിടെ ബെറ്റ് എടുക്കണ്ട കേട്ടോ. 1:46 നമ്മള് 1:52 കേട്ടോ. മൂന്നാമത്തെ ടീം. അടുത്ത സെറ്റ്. ഈ സാധനം ഇവിടെ ഇറക്കിയ KVRസിന്റെ ഓണർ എടുത്തില്ല കേട്ടോ. വില അത് സാധനം ഉണ്ടാക്കിയാണ്. ഇവിടെ സാധനം ഇവിടെ ഇറക്കി തന്നിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടിട്ട്. റെഡി, 1, 2. 3:24 കേട്ടോ. നാസർക്ക് ടീം ഫസ്റ്റ് പിടിച്ചത്. എങ്ങനെ കിട്ടും. പിന്നെ പറ്റ പുറത്തു പോകുമ്പോ സൗണ്ട് പോരുത് കേട്ടോ. 1 മിനിറ്റോ മറ്റേ പിടിച്ചെന്ന് വെച്ചിട്ട് 3.5 മിനിറ്റിന് മേലെ പിടിക്കാൻ ആളില്ലാന്നുള്ള പേടിയില്ല. ഇത് സാധനം ഇറക്കിയാക്കി പിടിച്ചാണില്ല. സാധനം ഇവിടെ കൊണ്ടുവന്നാക്കി. 44-90. അടുത്ത ടീമാട്ടോ. അനസ്, മകേഷ്, ഫവാസ്. ഫസ്റ്റത്തെ ടീം 3.5 മിനിറ്റ് ആട്ടോ. കിട്ടൂട്ടോ നിങ്ങൾ പിടിച്ചാല്. റെഡി, 1, 2. 5 ലിറ്റർ വെള്ളത്തിന്റെ കുപ്പിയെ അനസ് 10 മിനിറ്റ് ഇങ്ങനെ പിടിച്ചിന്. ഇത് സംഭവിച്ചത് എന്തായാലും ഫസ്റ്റ് ടീം 3.5 മിനിറ്റ് പിടിച്ചോണ്ട് ഇത് കളിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ എഴുതി. പിന്നെ ഓൽക്കൊന്നും കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം നിങ്ങൾ ക്യാഷ് പ്രൈസ് എന്തായാലും കിട്ടണമെന്ന് ഉറപ്പാണ്. മറ്റൊരു 3.5 പിടിച്ചതിന്റെ മേലെ എന്തായാലും പിടിക്കണല്ലോ. അതുകൊണ്ട് ആള് ഇറങ്ങാൻ പിന്നെ മടിച്ചു. 44, 50 സെക്കൻഡ് കേട്ടോ. മുട്ടുമല് ജാമാക്കരുത് കേട്ടോ. ഫസ്റ്റ് ടീമിന് ഇവലത് കഴിഞ്ഞാലാണ് സമാധാനം ഉള്ളത്. 1:12. ഒരു ടീമിനെ മറികടന്നിരിക്കാണ്. 2 ടീമിനെ മറികടന്നു 1:12. ഇതിലൊന്ന് ആവേശം കൊടുക്കട്ടോ. ഒന്ന് ആവേശം കൊടുക്കട്ടെ. ഇതില് മൊത്തം ആവേശം കൊടുക്കട്ടോ. ഫസ്റ്റ് നേടിയ ടീമിനെ ആദ്യം 3.5 മിനിറ്റ് നേടിയ ടീമിനെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് അവരിറങ്ങി കേട്ടോ. 1:35 മാണിൽ ദീക്ക് നോക്കിക്കോ. ദീക്ക് നോക്കി പിടിച്ചോളി വേണമെങ്കിൽ. ഇതാ കിട്ടും. ദീക്ക് നോക്കി കഴിഞ്ഞൊരു ടെൻഷൻ വേണ്ട. 2 മിനിറ്റ് ആകുമ്പോ കേട്ടോ. അനസ് സകല കളിയിൽ ഇവിടെ ഫസ്റ്റ് ആയിട്ട് പോണ ആളാട്ടോ. പിടിച്ച 2 മിനിറ്റ്. രണ്ടേ 11, 2:12, 2:12, 2:15. 2:24. ഒന്ന് കൈയടിക്ക് ആവേശം കൊടുക്ക്. 2:24, 2:30. പിടിച്ചില്ല മുട്ടുകാൽ താണില്ല.
രണ്ടേ മുക്കാല് ചില്ലറ സമയമുള്ളൂ. ഇല്ല മുട്ടുകാരനാകണില്ല. ആ 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് അടിയിൽ തട്ടിയാ വിളിച്ചുട്ടോ. 3:08 3:10 3:12 അടിയിൽ തട്ടണില്ലല്ലോ നോക്കിട്ടോ. 3:18 എത്രയായി? പരമാവധി ശ്രമിച്ചു നോക്കിട്ടോ. റെഡി 1 2 ഓക്കെ. 2 പ്രവാസികള് നാട്ടുകാരനാണ് കേട്ടോ. 21 കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ ഏകദേശം 400 കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. സാധനം ഇതിങ്ങനെ പിടിച്ചിട്ട് നോക്കേണ്ട സാധനം. കളിമണ്ണോണ്ട് ഉണ്ടാക്കിയ സാധനം അത്. കിണറില് കിണറില് അതായത് ഇല്ല 40 ഓലത് പിടിച്ച് ഓൽക്ക് സമയം പറഞ്ഞിട്ട് ഓലത്ത് പോക്കണ്ട, മൂട് പോക്കണ്ട. 51 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഈ സാധനം 4 കപ്പിട്ടിട്ട് കിണറില് കിട്ടൂടാ പിടിച്ചോ. 4 കപ്പി കൂടിയിട്ട് കിണറിൽ ഇറക്കുന്ന സാധനമായിട്ടത്. ആ നീർന്നിക്ക് 1:09 ആ കയ്യടിയിടും. 1:32 ഞാനാളെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ടീമിനായിട്ട് പിടിച്ച് വെല്ലുവിളിക്കാനുള്ള ആരാളെ ഇതുവരെ പങ്കെടുക്കാത്ത ഒരാളാണ്. അടുത്ത ടീമിനുള്ള ഫസ്റ്റ് പ്രൈസ് എന്താരോ, ഫസ്റ്റ് പ്രൈസ് 3:24 ടീം കിട്ടിയില്ലേ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മത്സരിക്കാൻ മതി. എങ്ങനാലും കിട്ടൂല എന്നുള്ള ഭാഷയില. റെഡി 1 2 ഇത് നമുക്ക് ഞാൻ തരോ ഈ കളിന്റെ ഇടയിൽ കാര്യം പറയാലോ ഈ സാധനത്തിനെ കുറിച്ചിട്ട്. ഇത് നമുക്ക് ഇറക്കി തന്നത് ഇവലാട്ടോ. ഇത് കളിക്കാൻ വേണ്ടിട്ട് ഇറക്കി തന്നത് വലിയ പാരമ്പര്യമായിട്ടുള്ള ടീമാണ്. ഇവലിപ്പോ 10 വർഷമായിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റി നെടുങ്ങോട്ടുമാട് പറഞ്ഞ സ്ഥലത്ത് ഇവർക്കൊരു ഷോപ്പ് ഉണ്ട്. എന്താ KVRC പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പില് ഈ സാധനം ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് കളിക്കാന്നുള്ള ഉദ്ദേശിച്ച് ഫസ്റ്റ് നീങ്ങിയത്. ആ കളി പിന്നെ ഈ സൈറ്റിക്ക് മാറ്റിയതാ. 58 ഇത് ആവശ്യമുള്ള ആളുകളെ ഈ സാധനം ആവശ്യമുള്ള ആളുകൾ പറഞ്ഞു ഇറക്കി തരും കേട്ടോ. ഇതിന്റെ ഏറ്റവും ചെറുതാണ്. സമയം പറഞ്ഞിട്ട് പോലെ ചടപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതിനെ കുറിച്ച് പറയാനാ വേറൊന്നുമല്ല. അപ്പൊ ഈ സാധനം ആവശ്യമുള്ള ആളുകള് ഞാനിതില് നമ്പർ ഞാൻ എന്റെ വീഡിയോയിൽ വെക്കണ്ടേ. ഇവിടെ പുറത്ത കിട്ടണില്ല. 1:26 ഞാനെന്താരോ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഓല ശ്രദ്ധയിൽ പെട്ടോട്ടെ എന്നാ കുറെ ടൈം ഓൽക്ക് കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ ഈ സാധനത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പത്തിന് ഓല് സാധനം വെച്ചു പോയി. ഞാനുണ്ടെത്തിയേ. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ ആവശ്യമുള്ള ആളുകൾക്ക് ഈ സാധനം ഓല് കിണറില് ഈ സാധനം ഓല് വന്നിട്ട് ഫിറ്റ് ചെയ്ത് തരും. ഇത് സൈഡില് നിങ്ങൾ വന്നേ കിണറിലിറക്കുന്ന കളിമണ്ണിന്റെ റിങ്ങാണ്. അപ്പൊ നല്ല ഈ റിങ് ഇറക്കി കഴിഞ്ഞാൽ വെള്ളം നല്ല ക്ലിയർ ആകും ചെയ്യും. കലങ്ങാതെ നല്ല ക്ലിയർ ആണ്. നമ്മള് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മള് പൂജയില് വെള്ളം നിറക്കണില്ല. പൂജയില് വെള്ളം നിറച്ചിട്ട് ഒരുവിധം പഴയ വീടുകളിലും പള്ളികളിലും ഒരുപാട് സ്ഥലത്തുകൾ ഉണ്ടാവും പൂജയില് വെള്ളം നിറക്കണം. പൂജയില് വെള്ളം നിറക്കുന്നുണ്ട്. പൂജയില് വെള്ളം നിറച്ച് നമ്മൾ കുടിക്കലില്ലേ, ആ വെള്ളം കേടുവരില്ലല്ലോ, നല്ല തണുപ്പുണ്ടാവില്ലേ. ആ സാധനമാണ് ഇത്. നമ്മള് അതായത് നല്ല കളിമണ്ണോണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. കിണറിൽ ഇറക്കി ഉറകൊക്കെ വരാൻ തൊട്ടില്ലേ. ഇപ്പൊ കരു പിന്നെ അതേമാതിരി വിയർപ്പൂർവൊക്കെ വരാണ്. അതിനുള്ള ഉള്ളിൽ ഇതിക്ക് വെള്ളം കിടക്കാനുള്ള സംവിധാനം അതിന്റെ തുളയും കാര്യങ്ങളൊക്കെ കോലിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ക്ലിയർ ആയി നല്ല തെളിനീരായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ കളിമണ്ണിന്റെ റിങ്ങുകൾ. അപ്പൊ നമ്മളിത് ഇറക്കി കഴിഞ്ഞാൽ ഈ കലങ്ങണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം കലങ്ങുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വെള്ളം പിന്നെ മഞ്ഞ അയണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ മാറിക്കിട്ടും. നമ്മൾ ഇതിന്റെ ബാക്കിൽ ബേബി മെറ്റൽ ഇട്ടുകൊണ്ട് ബേബി മെറ്റൽ ഇട്ടിട്ട് ബാക്കിൽ. അത് മാത്രമല്ല ഇത് നല്ല ഞങ്ങൾ 5-6 വീതം കളിമണ്ണ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ചുഴല് വേവിച്ചെടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അരിഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ വെച്ച കിണർ ഇവിടെ പരിസരത്തോടെ കാണാൻ വേണ്ടി ഇതിവിടെ വെച്ചപ്പോ ഇതുപോലെ സാധനം ഈ റിങ് ഇറക്കിയപ്പോ തന്നെ 3 ഓർഡർ ഇവിടെ കിട്ടിയിട്ടുണ്ടോ. കാരണം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. കാരണം വെച്ചിട്ടാണെങ്കിൽ
ഞാൻ പൂജയിലെ വെള്ളം ഒരുപാട് കുടിക്കുന്ന ആളാണ്. ഇന്നലെ ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇന്നും കുടിച്ചിട്ടുണ്ട് പൂജയിലെ വെള്ളം. പൂജയിലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കേടുവരില്ല. പൂജയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന വെള്ളം തണുപ്പുണ്ടാവും, വെള്ളം കേടുവരില്ല. ആ ഒരു കറക്റ്റ് ഫീൽ നമുക്ക് ഈ സാധനത്തിൽ. അതിന്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പരെ നമ്പർ ഇതിൽ നമ്മളെ ഇതിൽ വെക്കാം. നിങ്ങൾ മൂപ്പരെ വിളിച്ചാൽ മതി. യൂണിവേഴ്സിറ്റി ആണ് ഉള്ളത്. ഓലെ ഇറക്കി തരും. ഇത് ഇതിന്റെ എത്ര അടിയാണ്? ഇത് 4 അടി. ഇത് 4.5 അടി. പിന്നെ ഇതിന്റെ മേലെ വരുന്നത് 4 അടി, 5 അടി, 4.5, 5.5, 6. അതിന്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. 3 അടി വരുന്നുണ്ട്. ഒക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളെ നോക്കിയാ ആ തേർഡ് പ്രൈസ് ഇട്ട ആളുണ്ടാ? റാസിക്ക് മൗറൂഫ് 3 ആളുടെ അതിൽ ഒരാൾ പള്ളിയിൽ പോയി. റാസിക്ക് മാറൂഫ്. ഇവൽക്കുള്ള പിന്നെ ക്യാഷ് പ്രൈസ് 1 മിനിറ്റും 52 സെക്കൻഡും 1 മിനിറ്റും 52 സെക്കൻഡും ആണ് ഓല് നിന്നത് കേട്ടോ. സെക്കൻഡിന്റെ അംശം. ഓക്കെ, നിങ്ങൾ വരും. ഇതിന്റെ ഇത് ഇവിടെ സാധനം ഇറക്കി തന്ന വിജയേട്ടനാണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് തേർഡ് പ്രൈസ് ഇട്ട ആളുകൾക്കുള്ള സമ്മാനം കൊടുക്കുന്നത്. നിങ്ങൾ വന്നാളി. ഇവല് മുപ്പര് വരുന്നതിന് രാജു പറഞ്ഞ ആളാണ് കേട്ടോ. മുപ്പര് ഇവലാണ് ഇവൽക്കുള്ള ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത്. ഇതാ ഓല തന്നെ ഓൽക്ക് കൊടുത്താളി. ഓല കൈ വിട്ടാൽ മതി. തേർഡ് പ്രൈസ് കിട്ടിയ ആളുകളാട്ടോ. ഇനി സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുകൾ വെറും 6 സെക്കൻഡ് ഉള്ളൂ. പരമാവധി ഒരു പിടിച്ചിട്ട് ഒപ്പിച്ചാൽ നോക്കിയാണ്. 3 മിനിറ്റും 18 സെക്കൻഡ്. 3 മിനിറ്റും 18. മറ്റോലെ എത്ര ഫസ്റ്റ് പ്രൈസ്? 3 മിനിറ്റ് 24 18. വെറും 6 8 സെക്കൻഡ് മാറ്റുള്ളൂ. 6 ഉള്ളൂ. 6. അപ്പൊ ഇതാണ് ആളുകള്. മഹേഷ്, ഫവാസ്, അനസ് ഇവർക്കുള്ള ക്യാഷ് പ്രൈസ് കൂടി ഇവർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിജയേട്ടനും അതേപോലെ തന്നെ കൊടുത്തോളൂ. ഓട്ടോസ് ഡ്രൈവർ എന്റെ പേര് തരി ഖാലിദ്, നാസർക്ക ഇവര് പിടിച്ച്, അതായത് മാർബിളിന്റെ പണിക്കാരന്, തേപ്പുകാരന്, ഓട്ടോസ് ഡ്രൈവർ മുജുവാക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ അറിയാമോ? ഇല്ല, ഒന്ന് പിടിച്ച നമ്മളെ ഒരാളിട്ട് അവിടെ എടുക്കട്ടെ. സ്ഥിരമായിട്ട് കളിയിൽ പങ്കെടുത്തിന ആളാണ്. പെട്ടെന്ന് ചെറുങ്ങനെ കാലിന് ചെറിയൊരു അസുഖം ഉണ്ടായിട്ട് ഇപ്പൊ കളിന്റെ ഈ പരിസരത്തേക്ക്, അതായത് സമ്മാനം കൊടുക്കാൻ കാര്യമായിട്ടുള്ള ആളുകളാണ്. ഒന്നുമില്ല. എല്ലാരോടും കാര്യമായിട്ടൊന്ന് തുറക്കാൻ വേണ്ടിട്ട് ഇത് എന്നാ മൂപ്പര് കൊടുത്തോളാം. എന്നാ അങ്ങോട്ട് നീക്കാൻ മതി. വേണ്ട എന്നാ വരൂ. നമ്മളെ കളിയിൽ ഇതുവരെ സമ്മാനം കൊടുത്തിനേക്കാളും പെട്ടെന്ന് കാലിന് ചെറിയൊരു അസുഖം വന്നപ്പോ കുറച്ചൊന്ന് സൈഡായി പോയി. ഇപ്പൊ ഒന്ന് ശരിയായി വരുന്നുള്ളൂ. ഇതുവരെ കളി പുറത്തു നിന്നിട്ട് ആവേശം കൊടുക്കുന്നുണ്ട്, അടിയടാ പിടിച്ചടാന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ മുജുവാക്കുണ്ട് ഇതില്. പിന്നെ ഓല് ഇതിന്റെ ഓണർമാരുണ്ട് ഇതില് കൊടുക്കുന്നുണ്ട്. ഇവൽക്കുള്ള ക്യാഷ് പ്രൈസ് ഫസ്റ്റ് കിട്ടിയ ആളുകൾക്കുള്ള ക്യാഷ് പ്രൈസ് ഇവർ കൊടുക്കാണ്. കൊടുത്തോളൂ. 55 വയസ്സിൽ നല്ല പുട്ട പിടിച്ചതാ. 55 വയസ്സായിട്ട്. അപ്പളേ കളി ഇവിടെ കഴിഞ്ഞിട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം വേണ്ട ആളുകള് ഈ സാധനം ധൈര്യമായിട്ട് വെച്ചോളൂ. ഇവിടെ തന്നെ ഈ സാധനം 3 എണ്ണം ഇവിടെ ഈ സാധനം ഇറക്കി അരമണിക്കൂറിനുള്ളിൽ 3 എണ്ണം വിലക്ക് സെറ്റ് ആയി കേട്ടോ. ഈ സാധനം ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട് ഗെയിമിനെ പിടിച്ച്. ഞാൻ ഇതിന്റെ ഏറ്റവും ടോപ്പാ കണ്ടിരുന്നത്. ഏറ്റവും ടോപ്പ് വെച്ച് ഏറ്റവും ടോപ്പ് എത്ര കിലോ ഉണ്ടാവും? 600-700 കിലോ ഉണ്ടാവും ഏറ്റവും ടോപ്പ്. അതെന്തായാലും 4 ആൾക്ക് പിടിച്ചു നിൽക്കുമ്പോ അന്നേരം അഥവാ എന്തെങ്കിലും ബൈ ചാൻസിൽ ഇനി ഊരൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇതാകുമ്പോ വലിയൊരു പ്രശ്നമില്ല. 3 ആൾക്ക് സിമ്പിൾ ആയിട്ട് പിടിച്ചിക്കാം. 10 കൊല്ലം മുന്നേ ഈ സാധനത്തിന് ചെന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച വട്ടമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. അത്രയും പാരമ്പര്യ ബൽക്ക് ഈ കാര്യത്തിലുണ്ട്. അതായത് ഇവര് വർഷങ്ങളായിട്ട് ഈ സംഗതി ചെയ്യുന്ന ആളുകളാണ്. ഓലിപ്പോ 10 വർഷമായിട്ട് ഇവിടെ ഒരു ഷോപ്പ് എടുക്കുക. എന്താ VRC എന്ന ഷോപ്പ് ഏറ്റവും 3 ആളുകളെ ഏറ്റിട്ടുണ്ട്. 10 വർഷമായിട്ട് ഇവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അത്ര വട്ടം ഇല്ലാന്ന് പറഞ്ഞു. ഇന്നിപ്പോ അതേ വട്ടം ചെയ്യുന്നുണ്ടെന്നപ്പോ അവര് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അന്ന് മുജുവാക്ക പോയ സമയത്ത് അന്ന് ഈ വട്ടത്തില് മുജുവാക്ക ഉദ്ദേശിച്ച വട്ടത്തില് സാധനമില്ല. ഇപ്പോലും ഒരുപാട് ഐറ്റംസില് ഒരുപാട് വട്ടത്തില് അത്ര 3.5 അടി 4.5 അടി 7 അടി അങ്ങനെ ഒരുപാട് അടിയിൽ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ഈ സാധനം. അപ്പൊ ഈ സാധനം ഇതിന്റെ ഷോപ്പിന്റെ ഫോട്ടോ മണി അതിന്റെ വീഡിയോയിൽ ഞാൻ ചേർക്കണമെന്ന് കണ്ടാൽ മതി. അവിടെ ഉണ്ടാക്കിയ സാധനങ്ങളെ. പിന്നെ ഇത് വെച്ച കിണറുകള് ഞാൻ വേണമെങ്കിൽ വീഡിയോയിലൊന്ന് സാധനം ഇവിടെ ഇറക്കിയാൻ പാടില്ല. ഈ റിങ്ങിന് ഓർഡർ ചെയ്ത ഒരാളിതാണ്. പേര് റിയാസ്. സമ്പത്തോട് ജബ്ബാറാജി അയാൾ വിളിക്കും. ഓക്കെ. പേര് റിയാസ് ആണ്. സമ്പത്തോട് ജബ്ബാറാജി എന്ന് വിളിക്കല്. അപ്പൊ രണ്ടാമത്തെ ആളിതാ ഇയാൾ ഏറ്റിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാധനം മറക്കണ്ട. ഇത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ല, പൂജയില് വെള്ളം കുടിക്കുന്ന ടേസ്റ്റില് പൂജയിലെ വെള്ളം എത്ര ഒരാഴ്ച രണ്ടാഴ്ച വെച്ചാലും പൂജയിലെ വെള്ളം കേടുവരില്ല. അതേമാതിരി കിണറിലെ വെള്ളം കേടുവരില്ല. നല്ല തെളി ഉണ്ടാവും, നല്ല തണുപ്പുണ്ടാവും. അപ്പം പൈസയും കാര്യങ്ങളൊക്കെ ഓലോടനെ ചോദിച്ചോളൂ. നമ്പർ ഞാൻ എന്തെങ്കിലും വെക്കണ്ടേ. കമന്റ് ചലഞ്ചിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിനി. അതില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അബ്ദുസലാം പറഞ്ഞ ആളെനിക്ക് ഇന്നാ കിട്ടിയത്. വീഡിയോ ഞാൻ ചെയ്തിട്ട് 3 ദിവസത്തെ കഴിഞ്ഞ് 3 ദിവസം 4 ദിവസത്തായി.
ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ കമന്റിൽ ഞാൻ ഇതിന് അബ്ദുസലാം ഇന്നിപ്പോ വന്ന് കമന്റിൽ കണ്ടുവന്ന് മൂപ്പർക്കുള്ള ക്യാഷ് പ്രൈസ് ഞാൻ ഒന്ന് അയച്ചു കൊടുത്ത്. രണ്ടാമത്തെ ആള് സിദ്ദീഖ് അലി സിദ്ദീഖ് പറഞ്ഞ ഒരു തിരൂരുള്ള ആളാണ്. ഈ അബ്ദുസലാം പറഞ്ഞ ഗൂഡല്ലൂരിലുള്ള ആളാട്ടോ. മൂപ്പര് വാട്സപ്പിൽ വിളിച്ച് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മൂപ്പരെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്നോട് പ്രത്യേകം വീഡിയോയിൽ പറയാൻ വേണ്ടി പറഞ്ഞു ചെയ്തു. അപ്പൊ രണ്ടാമത്തെ ആള് സിദ്ദീഖ് അലിന് പൈസ അയച്ചു കൊടുത്ത്. ഇനി മൂന്നാമത്തെ ആള് ബാബു എന്ന് പറഞ്ഞ ആള് ഇതുവരെ വന്നിട്ടില്ല ആ പ്രൈസിൽ കിട്ടിയ. ഇനി അടുത്ത നറുക്കെടുപ്പ് ഇനി ഉണ്ടാവും കേട്ടോ. ആ നറുക്കെടുപ്പിൽ എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്തോളി. നാച്ചുറൽ ആയിട്ട് ആരും പറ്റിക്കാത്ത രീതിയിൽ നല്ല ഉഷാറായിട്ട് കമന്റിൽ നമ്മൾ നറുക്കെടുപ്പ് നടത്തും. ഒരിക്കലുള്ള ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങള് പ്രത്യേകം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക പരമാവധി. അപ്പൊ എല്ലാവരോടും അടുത്ത നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽബട്ടൺ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അങ്ങ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ ലൈക്ക് ഷെയർ കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പൊ ഓക്കെ എല്ലാരോടും താങ്ക്സ്. ശരി, മുജുവാകെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ശരി എന്നാല്.